ദൈവത്തിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ബൈബിളിനെ കുറിച്ചാണ്. എനിക്ക് ജീവിതത്തിൽ വേറൊന്നിനെക്കുറിച്ചും പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ ബൈബിൾ വരുത്തിയ മാറ്റത്തെക്കുറിച്ചും എൻ്റെ അനുഭവത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഞാൻ 10 ബൈബിൾ എഴുതി കഴിഞ്ഞു. 8 പുതിയ നിയമം, 2 സമ്പൂർണ്ണ ബൈബിൾ. അതിൽ ഒരു ഹിന്ദിയും ഇംഗ്ലീഷുമുണ്ട്. 11ാമത്തെ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ എഴുതിയത് മൂലം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു കഴിവും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ദൈവം എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അറിയുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനുമുള്ള കൃപ ദൈവം തന്നു. അതിന് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ബൈബിൾ എഴുതിയപ്പോൾ മുതൽ എനിക്ക് പലവിധ അപകടങ്ങളും ഉണ്ടായി. അതിൽ നിന്നല്ല എന്നെ ദൈവം കയ്യിൽ പിടിച്ച് ഉയർത്തി 6 അടി താഴ്ചയിലുള്ള ഒരു കുഴിയിലേക്ക് ഞാൻ വീണു. കോൺക്രീറ്റ് കുഴിയായിരുന്നു. അതിൽ വീണാൽ ആരും രക്ഷപ്പെടുക സാധ്യമല്ല. ദൈവം എനിക്ക് നിസ്സാര പരിക്കുകളോടുകൂടി എന്നെ രക്ഷപ്പെടുത്തി. 2ാമത് ഞാൻ മെയിൻ റോഡിൽ ബൈക്ക് തട്ടി വീണു. ഞാൻ തനിയെ എണീറ്റ് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഒരു പോറൽ പോലും എനിക്ക് സംഭവിച്ചില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളും ദൈവത്തോട് കൂടെ ആയിരിക്കുക. ബൈബിളിനെ മുറുകെ പിടിച്ചാൽ മതി. എല്ലാവരും ബൈബിൾ എഴുതണം. ബൈബിൾ എഴുതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. എൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഇടവകയ്ക്കും അയൽക്കാർക്കും എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ബൈബിൾ എഴുതണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ദൈവം അതിന് നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.